പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന് ആമേൻ നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആമേൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ആ ഉയരത്തിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുക ആമേൻ നമ്മുടെ കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ആമേൻ ആമേൻ നമുക്ക് വേണ്ടി പീഡനമേറ്റവൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ മരിച്ച ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ വീണ്ടും നമ്മെ ചേർക്കുവാൻ കടന്നു വരുന്നവനാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നമുക്ക് സന്തോഷിപ്പാൻ ഹല്ലേലൂയ വകയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്നിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നിച്ച് കരങ്ങൾ അടിച്ച് നമുക്ക് പാടി മഹത്വപ്പെടുത്താം. താങ്ക് യു. When they ask me
ചട ഉയർക്കുന്ന വിശുദ്ധന്മാരോടൊപ്പം ആമേൻ ആ കാഹളനാദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ആ വലിയ പ്രത്യാശയോടെ നമുക്കായിരിക്കാനിടയാകട്ടെ. ഹല്ലേലൂയ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരുടെ അറിവിഴങ്കിലെ ഹോവെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ വിശുദ്ധിയോടെ നിർമ്മലതയോടെ ഹല്ലേലൂയ പ്രത്യാശയോടെ നാളുകൾ നമുക്കായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവിടെ ഹല്ലേലൂയ ഓരോ ദിനവും ദൈവത്തെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തരുന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം ഹല്ലേലൂയ മീറ്റിംഗിലും ദൈവം ഒരുക്കി തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് ഹല്ലേലൂയ പ്രിയ സോഫിയാൻഡിയോട് ഹല്ലേലൂയ നന്ദി പറയുന്നു. ഇങ്ങനെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് നന്ദിയോട് നമുക്ക് സ്തുതിക്കുവാൻ കഴിയട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Glory to God. Hallelujah. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you all. Thank you. Praise the Lord. Praise the Lord. Praise the Lord. പാട്ടുപാടി ആരാധിച്ച സഹോദരിക്ക് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഈ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ പേര് പോലെ തന്നെ പ്രത്യാശയുടെ ഗാനങ്ങൾ പാടുവാൻ, തകർന്നിരിക്കുന്ന മനസ്സിനെ ബലപ്പെടുത്തുന്നതായ രീതിയിലുള്ള പാട്ട് പാടുവാൻ, സങ്കേതവും ബലവും ജീവിതത്തിൽ എല്ലാറ്റിനും എല്ലാമായ കർത്താവിനെ കുറിച്ച് പാടുവാൻ തക്കവണ്ണം നിന്റെ കർത്താവിന്റെ മകളെ ബലപ്പെടുത്തിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൂടുതൽ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി വേദികളിൽ പാടുവാൻ ഇനിയും അവസരം നൽകട്ടെ. സമയമുള്ളപ്പോൾ ഈ മിനിസ്ട്രിയിൽ കടന്നു വന്ന് ആരാധിക്കാമെന്ന് അപേക്ഷിക്കുകയാണ്. തുടർന്ന് നമ്മുടെ മെസ്സേജിന്റെ അനുഗ്രഹത്തിനായി ഇപ്പോൾ ലൈനിലായിരിക്കുന്ന ആർക്കെങ്കിലും, ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആർക്കെങ്കിലും പ്രാർത്ഥിക്കാം. കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളോടാതെ സ്നേഹിക്കും പരിപാലിക്കുകയും ചെയ്യുന്ന അടിയങ്ങളുടെ നല്ല പിതാവായ ദൈവമേ, കർത്താവെ വൈകുന്നേര സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പതിവ് പോലെ കർത്താവെ വെള്ളിയാഴ്ചയും കർത്താവെ നിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവെ ദൈവമേ നിന്റെ കുഞ്ഞുങ്ങളാണ് ദൈവമേ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലുള്ള കർത്താവെ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളോട് ദൈവമേ ഒരുമിച്ച് കർത്താവെ നിന്നെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവമേ ഒരു സാവകാശത്തെ കൂടി കർത്താവെ അവിടെ നൽകി തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഞങ്ങൾക്ക് നല്ല പാട്ടുകൾ പാടി കർത്താവെ നിന്നെ ആരാധിപ്പാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവമേ നീ അടിയങ്ങളെ സഹായിച്ചല്ലോ. നിന്റെ മഹാദയക്കായി കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കാൻ, ഞങ്ങളുടെ ബലമായിരിക്കാൻ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കാൻ ദൈവമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രിയ സഹോദരിയെ കർത്താവെ ദൈവമേ കർത്താവെ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ നീ അവിടുന്ന് അവസരങ്ങൾ കൊടുത്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് കർത്താവെ ദൈവമേ നല്ല ഗാനങ്ങളെ ആലപിക്കുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ മകളെ നീ അവിടുന്ന് ശക്തീകരിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവമേ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ ഇന്ന് കർത്താവെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ കർത്താവെ. നല്ല ദൈവമേ നിന്റെ ദേവദാസനിൽ കൂടി കർത്താവ് വലിയേറിയ ആലോചന ദൈവമേ ഞങ്ങളെ അവിടുന്ന് കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ മനസ്സുകൾക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കർത്താവെ അതൊരു അനുഗ്രഹമായി ദൈവമേ തകർന്നിരിക്കുന്ന ഹൃദയങ്ങൾക്ക് കർത്താവെ ദൈവമേ അത് ദൈവമേ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ വചനങ്ങളെ കേൾക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് കർത്താവ് ദാസൻ ദൈവമേ വചനങ്ങളെ പറയുവാൻ തക്കവണ്ണം ദൈവമേ നീ അവിടുന്ന് ശക്തീകരിക്കണം, നിന്റെ അഭിഷേകത്താൽ അവിടെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച അനുഗ്രഹിച്ചതിനായി സ്തോത്രം. മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി ദൈവമേ അതിയോടന്തം കർത്താവെ തീരുവാൻ തക്കവണ്ണം കർത്താവ് നിന്റെ കൃപയ സാന്നിധ്യോടൊന്ന് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരോടൊന്നും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇതുപോലെ സമയം ദൈവമേ ഞങ്ങൾക്ക് നൽകി തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥന യാചനം കേട്ടതിനായി സ്തോത്രം. എല്ലാ അടികൾക്ക് വേണ്ടി ജീവൻ വെച്ചവനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥിച്ച് സഹായിച്ച ഡേസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെയും ദൈവം മറുപടി നൽകട്ടെ. വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യവും ദൈവം കൊടുക്കട്ടെ. തുടർന്ന് നമ്മുടെ മെസ്സേജിന് വേണ്ടി ദൈവദാസിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാമെന്ന് വിശ്വസിക്കുകയാണ്. കേൾക്കാം.
കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ സന്ധ്യയിങ്കൽ കർത്താവിന്റെ സന്നിധിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവമായിരിക്കുന്ന കർത്താവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തകർക്കായും ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇന്ന് രാവിലെ പ്രകാരം ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറയുകയും വിളിക്കുകയും ചെയ്ത പ്രിയ ദൈവദാസിമാരോട് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രിയ സോഫി ആൻറ്റി, പ്രിയ ഷേർലി ആൻറ്റി, അതുപോലെ ഇന്ന് ഈ മീറ്റിംഗ് വളരെ ഭംഗിയായി നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മറിയാമ്മ ആൻറ്റി, അതുപോലെ സംഗീത ആരാധനയിലേക്ക് നമ്മെ നയിച്ച പ്രിയ സൂസൻ ആൻറ്റി, അതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കുകയാണ്. ദൈവമായിരിക്കുന്ന കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചല്ലോ. സത്യത്തില് ഇന്ന് ഈ മീറ്റിങ്ങിൽ ഒരു സന്ദേശം അറിയിക്കാൻ എന്നെ പരിചയപ്പെടുത്തിയത് പാമ്പാടിയിൽ താമസിക്കുന്ന എൻ്റെ സ്നേഹിതനും സഹോദരനുമായിരിക്കുന്ന ബിജു പാമ്പാടിയാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അങ്ങനെ ഒരു അവസരം എനിക്ക് നൽകി തന്നു. പ്രിയ തന്റെ ദാസനാണ് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ കാണുവാനും എനിക്ക് പരിചിതരായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഇതിനുള്ളിലുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു അവസരം ഞാൻ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ചില ചിന്തകളൊക്കെയും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അത് ആശ്വാസകരമായി തീരേണ്ടതിന് വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. എല്ലാ നാവുകളും തുറന്നുകൊണ്ട്, എല്ലാ അധരങ്ങളും ചലിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഈ സന്ധ്യാസമയത്ത് കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ വേദനയുടെ താങ്ങുവാൻ കഴിയാത്ത അനുഭവങ്ങൾ കൂടെ കടന്നുപോയ പല പ്രിയപ്പെട്ടവരും ഇതിനുള്ളിലുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വളരെ വ്യക്തമായി ശക്തമായി ഇടപെടേണ്ടതിന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വേദനയേറുന്ന നേരവും സോദരർ മാറുമ്പോഴും, വേദനയേറുന്ന നേരവും സോദരർ മാറുമ്പോഴും മാറാത്ത സ്നേഹിതനാമേശുവിൻ മാവിൽ ഞാൻ ചാരിടുമേ. മാറാത്ത സ്നേഹിതനാം യേശുവിൻ മാർവിൽ ഞാൻ ചാരിടുമേ. അറിയാവുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് പാടിയാട്ടെ. യേശു സന്നിധാനം എന്തോരു സമാധാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം. ഓ അഴലും മനസ്സിന് അരുളും സുഖദാനം. വേറില്ലോരാശ്വാസസ്ഥാനവും വേറില്ലോരാശ്രയവും വേറില്ലോരാശ്വാസസ്ഥാനവും വേറില്ലോരാശ്രയവും. ഓ മൃത്യുവിലും സമാധാനമെന്റെ ക്രിസ്തുവിൻ സന്നിധാനം. മൃത്യുവിനും സമാധാനമെന്റെ ക്രിസ്തുവിൻ സന്നിധാനം. യേശു സന്നിധാനം എന്തോരു സമാധാനം. ഓ അഴലും മനസ്സിന്
അരുളും സുഖദാനം അഴലും മനസ്സിന് അരുളും സുഖദാനം. അടുത്ത വരികൾ നമുക്ക് പ്രത്യാശയോടുകൂടെ പാടാം. ഓ കണ്ണുനീർ പൂർണ്ണമായി തോർന്നിടും കർത്താവ് വന്നിടുമ്പോൾ, കണ്ണുനീർ പൂർണ്ണമായി തോർന്നിടും കർത്താവ് വന്നിടുമ്പോൾ, പിന്നീടൊരിക്കലും വേർപെടാതെ തന്നിൽ മറഞ്ഞിടും ഞാൻ. പിന്നീടൊരിക്കലും വേർപെടാതെ തന്നിൽ മറഞ്ഞിടും ഞാൻ. യേശു സന്നിധാനം എന്തോരു സമാധാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം. ഓ അഴലും മനസ്സിന് അരുളും സുഖദാനം. വളരെ വേദനയോടെ, ഭാരത്തോടെ, നിരാശയോടുകൂടെ പലപ്പോഴും നാം ആയിരുന്ന സന്ദർഭങ്ങളുണ്ട്. ഇന്ന് ഈ സന്ധ്യയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, കർത്താവിന്റെ മാർവിടമല്ലാതെ നമുക്ക് ആശ്വസിക്കുവാൻ വേറെ ഒരിടമില്ല. അങ്ങനെ ആശ്വാസം തേടിയ എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധി നമുക്ക് അടുത്തു വരാം. കർത്താവേ, സ്നേഹമുള്ള പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സന്ധ്യയ്ക്കായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുകയാണ്. കർത്താവെ, വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ദൈവമായിരിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അല്പസമയം അങ്ങയുടെ വചനത്തിന് മുൻപാകെ ആയിരിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിന്റെ ആശ്വാസവും അങ്ങയുടെ വചനത്തിന്റെ വലിയ മർമ്മങ്ങൾ ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കർത്താവ് ഞങ്ങളുടെ സ്നേഹിതരുണ്ട്, എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ വലിയ ആശ്വാസവും ബലവും ധൈര്യവും പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുമഹത്വം വെളിപ്പെടണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദയവുണ്ടായി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഈ പ്ലാറ്റ്ഫോമിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ എന്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ദൈവമായിരിക്കുന്ന കർത്താവ് രാത്രിയിൽ നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഇന്ന് ഈ സന്ധ്യയിലെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം നിങ്ങളുടെ മുൻപാകെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും പ്രിയപ്പെട്ടവർക്ക് വായിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. ആർക്കെങ്കിലും വായിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മൾ പലപ്പോഴും കേൾക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇത് രാത്രിയിലെ ഈ സന്ധ്യയുടെ ചിന്തയ്ക്കായി വായിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ഏടുറ്റ ഒരു ഗ്രന്ഥമാണ് റോമാലേഖനം എന്ന് നമുക്കറിയാം. അതിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് ഞാൻ പോകാതെ, സമയത്തിന്റെ പരിമിതികൾ നമുക്ക് മുൻപിൽ ഉള്ളതുകൊണ്ട് ചില ചിന്തകൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ ഇരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അവിടെ വായിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഒരറിവിലേക്ക് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വളരെ എടുത്തു പറയുന്ന ഒരു വേദഭാഗമാണ് നാം ഇന്ന് വായിച്ച ഈ വേദഭാഗം. ജീവിതത്തിൽ ഇതര മേഖലകളിൽ നാം അനുഭവിച്ച
പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ മുൻപിലുണ്ട്. അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒതുക്കി വെക്കുമ്പോൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമേ, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കല്ലേ ദൈവം കൂടുതൽ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കൊടുക്കേണ്ടത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കല്ലേ ദൈവത്തിന്റെ സംരക്ഷണം അധികമായി അനുഭവിക്കേണ്ടി വരുന്നത്? പലപ്പോഴും ഇതിന് വിരുദ്ധമായും ഇതിന് നേരെ നാം വായിച്ച ഈ കാര്യങ്ങൾക്കൊക്കെ അപ്പുറമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന പല പല ചിന്തകളും ഉണ്ട്. ഇന്ന് ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പറയുന്നത് എടുത്തു പറയുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്നലത്തെ വേദന നന്മയ്ക്കായിരുന്നോ? ഇന്നലത്തെ പ്രതിസന്ധികൾ നന്മയ്ക്ക് വേണ്ടിയായിരുന്നോ? ഇന്നലെ ചില വേർപാടിന്റെ വേദനകൾ അനുഭവിച്ചത് നന്മയ്ക്ക് വേണ്ടിയായിരുന്നോ? എന്താണ് ദൈവത്തിന്റെ പദ്ധതി? ഇത് പലപ്പോഴും നാം അറിയാതെ പോകുമ്പോഴാണ് പലതും നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമ്പോൾ ഒരു വലിയ വേദനയായി മാറുന്നു. എനിക്കറിയാം, ഇതിനുള്ളിൽ ഈ പ്ലാറ്റ്ഫോമിൽ എത്തപ്പെട്ടിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും വലിയ പ്രയാസങ്ങളിലും വേദനകളിലൂടെ ഒക്കെ കടന്നുപോയ വ്യക്തികളാണെന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നു. നോക്കുക, ഇവിടെ പറയാ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ അറിയുന്നവർക്ക്, ദൈവം വിളിച്ചവർക്ക്, പ്രത്യേകിച്ച് ദൈവം നിർണയിക്കപ്പെട്ടവരായി ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സത്യത്തിൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പൗലോസ് ഒരിക്കൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എത്രമാത്രം അത് സന്തോഷിക്കാൻ കഴിയും? പൗലോസ് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്നലത്തെ ആ പ്രയാസഘട്ടങ്ങൾ ഞാൻ എങ്ങനെ സന്തോഷിക്കും ദൈവദാസനെ, അല്ലെങ്കിൽ എങ്ങനെ സന്തോഷിക്കും പൗലോസെ? പൗലോസ് ഇത് പറയുമ്പോഴും പൗലോസിന്റെ ജീവിതത്തിൽ വലിയ നിരാശാജനകമായിരിക്കുന്ന അനുഭവങ്ങളാണ്, വലിയ വേദനയുടെ അനുഭവങ്ങളാണ്. പക്ഷെ പൗലോസ് പറയും, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പീനെന്നാ. അപ്പോൾ സന്തോഷിക്കുവാൻ കഴിയാത്ത പല അനുഭവങ്ങളും നമ്മെ ഇങ്ങനെ ഒന്നൊന്നായി അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഇതിന് ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയാതെ വരുന്നതിന്റെ പിന്നിലെ കാര്യം നമ്മുടെ ദൈവത്തെക്കുറിച്ചും ദൈവിക പദ്ധതിയെക്കുറിച്ചും ഒക്കെ പലപ്പോഴും നാം നന്നായി അറിയാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മോട് പറയുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ചില ചിന്തകൾ. ആരാണ് സത്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ? അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ തന്റെ ലേഖനത്തിൽ 5-ാം അധ്യായം, 1-ാം ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചിട്ടും ദൈവത്തോട് ചേർന്നിരുന്നിട്ടും ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചിട്ടും ദൈവത്തെ ആരാധിച്ചിട്ടും ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സകല മഹത്വവും പുകഴ്ചയും കൊടുത്തിട്ടും എന്തുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? പലപ്പോഴും ഞാനും നിങ്ങളും ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണിത്. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ വളരെ വളരെ വിലാപത്തോടെ, വേദനയോടുകൂടി, എന്താണ് എനിക്ക് ഇങ്ങനൊക്കെ സംഭവിക്കുന്നത്? ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങളിൽ കൂടെയാണല്ലോ ഞാൻ കടന്നു പോകുന്നത്. എൻ്റെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറമായി ഞാൻ ചിന്തിച്ചു വെച്ചിരുന്ന, എൻ്റെ മനസ്സിൽ ഞാൻ കരുതി വെച്ചിരുന്ന പല കാര്യങ്ങൾക്കും വിരുദ്ധമായിട്ടാണല്ലോ എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് എന്ന് പലപ്പോഴും പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ച അനുഭവങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് വായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം, 1-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ചില വാക്യങ്ങൾ പരിചയപ്പെടുത്തി ചില വ്യക്തിത്വങ്ങളെ കൂടെ നിങ്ങളുടെ മുൻപാകെ ഒന്ന് പരിചയപ്പെടുത്തി എന്റെ സന്ദേശം അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വായിച്ചാട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. മതി. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മെ അറിയപ്പെടുന്ന ഒരു പേര് വിശ്വാസികൾ എന്നാണ്, അല്ലേ?
വിശ്വാസികൾ. നാം അറിയപ്പെടുന്നത് വിശ്വാസികൾ എന്നാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ വിശ്വാസത്തിന് ഒരു പരിശോധനയുണ്ട്. വിശ്വാസത്തിന് ഒരു പരിശോധന ഉണ്ട്. ഉണ്ടോ? വിശ്വാസം വിശ്വാസം വിശ്വാസികൾ എന്ന് നാം പറഞ്ഞു പോകുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം ആഴത്തിലുണ്ടോ അത്രമാത്രം ആഴത്തിലുള്ള ചില പരിശോധനകളും ഉണ്ട്. അതാ തിരിച്ചറിയേണ്ടത്. കേവലം ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞ പൊത്തുവരത്ത വിശ്വാസം കൊണ്ട് പോകുന്നതല്ലേ നല്ലത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാം. കാരണം വിശ്വാസം ആഴം കൂടുമ്പോൾ, ആഴമേറിയ പരിശോധനയാണെങ്കിൽ എന്താ അത് വേദനയല്ലേ, അതൊരു ഭാരമല്ലേ, അതൊരു നിരാശാജനകമല്ലേ എന്നൊക്കെ പലപ്പോഴും നാം ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു പരിശോധനയുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന അല്ലെ. എന്തിനാ നമ്മള് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ചില ടെസ്റ്റുകളൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട്, നിങ്ങള് അതൊരിക്കലും നമ്മെ വേദനിപ്പിക്കാനല്ല. ആണോ? ഒരിക്കലും വേദനിപ്പിക്കാനല്ല. ഡോക്ടർ വിചാരിക്കുക അവരെ വേദനിപ്പിക്കണ്ട, അവരുടെ ശരീരത്ത് ഉള്ള അസുഖങ്ങൾ നമുക്കല്ലാതെ കണ്ടെത്താം എന്ന് ശ്രമിച്ചാൽ നടക്കുകയല്ല. ഇപ്പോഴത്തെ ആധുനിക ഉപകരണങ്ങളുടെ അകമ്പടിയോടുകൂടെ അവർ ചില പരിശോധനകളൊക്കെ നമുക്ക് വേണ്ടി പറയുമ്പോൾ അല്പം വേദനിക്കുന്ന ഈ അനുഭവങ്ങളിൽ കൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരാം. പക്ഷെ മനഃപൂർവ്വം നമ്മെ വേദനിപ്പിക്കാനല്ല അവരത് ചെയ്യുന്നത്. ഈ വേദന അനുഭവിച്ചെങ്കിൽ മാത്രമേ നമ്മിൽ കടന്നുകൂടിയിരിക്കുന്ന രോഗത്തിന്റെ പ്രയാസങ്ങളെ, അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന ആ വിഷമസന്ധികൾ എന്തുകൊണ്ടാണ് എന്ന് കണ്ടെത്താൻ അവർക്ക് കഴിയും. ഡോക്ടറോട് പറയാം, ഡോക്ടറെ എന്നെ വിഷമിപ്പിക്കരുത്, എന്നെ വേദനിപ്പിക്കരുത്, എനിക്ക് വേദന സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയും, ഒരു കാര്യം ചെയ്യും, വേദന സഹിക്കാനോ അല്ലെങ്കിൽ ഈ ടെസ്റ്റിന് വിധേയപ്പെടാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. കാരണം നമ്മെ മനഃപൂർവ്വം വേദനിപ്പിക്കാനല്ല, നമ്മെ പിടിപെട്ടിരിക്കുന്ന ഈ പ്രയാസങ്ങളിൽ നിന്ന് എങ്ങനെങ്കിലും മുക്തി നേടണം, അല്ലെങ്കിൽ അവർക്കതിനൊരു ആശ്വാസം കൊടുക്കണം എന്നുള്ള ചിന്തയിലാണ് അവരാ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി കുറിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ വിശ്വാസമുണ്ടെങ്കിൽ, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കൊരു പരിശോധന കൂടി ഉണ്ട്. നമുക്ക് വിശ്വാസമുണ്ടോ? ഉണ്ട്. വിശ്വാസത്തിന് തക്കതായിരിക്കുന്ന ഒരു പരിശോധന നേരിടാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോട് നമ്മൾ പരാതി പറയുന്നത്. ഞാൻ ചിലരെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 3-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം കൂടെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, വാക്യങ്ങളൊക്കെ മനസ്സിലിരിക്കണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അല്ലെ? അപ്പോൾ ഈ പരിശോധനയ്ക്ക് പിന്നിൽ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന മഹത്വകരമായിരിക്കുന്ന അനുഭവം ആർക്കുണ്ട്? പരീക്ഷിക്കപ്പെടുന്നവർക്കുണ്ട്, പരിശോധിക്കപ്പെടുന്നവർക്കുണ്ട്. മറ്റാരും അനുഭവിക്കാത്ത ചില നന്മകൾ, മറ്റാരും അനുഭവിക്കാത്ത ചില സൗഭാഗ്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉദാത്തമായിരിക്കുന്ന, ഉത്തമമായിരിക്കുന്ന, ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു തെളിവാണ് പരിശോധിക്കപ്പെടുന്ന അവസ്ഥ. പക്ഷെ പിശാച് നമ്മെ പരീക്ഷിക്കും, ദൈവം നമ്മെ പരിശോധിക്കും. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത്, പരിശോധനയോടുകൂടെ എന്തുകൊണ്ടുണ്ട്? പുറത്തേക്ക് കടന്നു പോകാൻ ഒരു വാതിലോട് ദൈവം ഒരുക്കിയിട്ടിട്ടാ. ഇത്ര നല്ല ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ തന്നെ ആ പ്രയാസങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വാതിൽ കൂടെ നമുക്ക് തുറന്നിട്ടിട്ടാ. അവിടെ കൊണ്ട് നാം പെട്ടുപോകുവാനല്ല, അവിടെ കൊണ്ട് അവസാനിക്കുവാനല്ല ദൈവം നമ്മെ പരിശോധിക്കണം. ഞാനൊരു കാര്യം പറയാം, വിശ്വാസികളുടെ പിതാവെന്ന് നാം അറിയുന്ന, നമ്മെ പഠിപ്പിക്കുന്ന, നാം വായിക്കുന്ന, നാം ഗ്രഹിക്കുന്ന, നാം ചിന്തിക്കുന്ന അബ്രഹാം എന്ന് പറയുന്ന ആ വിലയേറിയ ഒരു മനുഷ്യൻ അല്ലെ, വിശ്വാസത്തിന്റെ പരിശോധന വളരെ വ്യക്തമായി അനുഭവിച്ച ഒരു മനുഷ്യനാ. നോക്കിക്കേ, വിളിക്കപ്പെട്ടവനാ, വേർതിരിക്കപ്പെട്ടവനാ, മാറ്റി നിർത്തപ്പെട്ടവനാ.
പക്ഷെ ജീവിതത്തിന്റെ ചില മേഖലകൾ വല്ലാതെ ഭയന്നുപോയി, അല്ലേ? അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് ദൈവം വിളിച്ചിറക്കുമ്പോൾ ദൈവത്തോട് ഒരു മറുചോദ്യം ചോദിക്കാതെ ദൈവത്തിന്റെ വാക്കിനെ പിൻപറ്റിക്കൊണ്ട് ദൈവത്തെ അത്രമാത്രം വിശ്വസിച്ച് ഒരു മറുചോദ്യം ചോദിക്കാതെ ദൈവത്തിന്റെ പാത പിൻപറ്റിയ ഒരേ ഒരു മനുഷ്യൻ അബ്രഹാം. അബ്രഹാം നമുക്കറിയാം, ചരിത്രങ്ങൾ നമുക്കറിയാം. ഒടുവിൽ അബ്രഹാമിനോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ നിവർത്തിയ അബ്രഹാം ഒരിക്കൽ പറഞ്ഞു, ദൈവമേ, ഞാന് ഇങ്ങനെ അങ്ങ് പോയാൽ, അല്ലെങ്കിൽ ഈ പരുവത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇനി എന്റെ അവകാശി ആരാകും? എലയാസറാണ് ഇനി എന്റെ അവകാശിയായി തീരുന്നത്. നീ എനിക്ക് മക്കളെ തരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടപ്പോൾ പറഞ്ഞു, അല്ല, നിന്നിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ ഈ സകല കാര്യങ്ങൾക്കും അവകാശിയായി തീരും. ഒടുവിൽ ഞാൻ വേഗത്തിൽ പറയുക, കാരണം സമയത്തിന്റെ പരിമിതി കൊണ്ട്. അങ്ങനെ ഈ അവകാശിയായിരിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തീകരിച്ച് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, ചില ആണ്ടുകൾ കഴിഞ്ഞപ്പോൾ ദൈവം പറയുക, യൗവനയുക്തനായി വളർന്നു വരുന്ന ഇസഹാക്കിന് നീ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. ഒരപ്പന്റെ ആശ്വാസമായിരുന്നവൻ, അപ്പന്റെ പ്രതീക്ഷയായിരുന്നവൻ, ഇപ്പൊ നോക്കുക, അവകാശിയാണ് എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇനി എനിക്ക് ശേഷം കാര്യങ്ങൾ നോക്കി നടത്തുവാനും ചെയ്യുവാനും പ്രത്യാശയോടുകൂടി അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നത്. അപ്പന്റെ ഹൃദയത്തിന്റെ വേദന ഒരിക്കലും നമുക്ക് താങ്ങുവാൻ കഴിയുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ്. പറയുക, നിന്റെ ഏകജാതനായ മകനെ, അതിനു മുൻപ് ജനിച്ച ഇസ്മായേലിനെ അല്ല, പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആണ്ടുകൾ കാത്തിരുന്ന്, കാലങ്ങൾ കാത്തിരുന്ന്, പ്രതീക്ഷയോടുകൂടെ കണ്ണു നട്ടിരുന്ന്, അങ്ങനെ പ്രത്യാശിച്ച് ഒടുവിൽ ലഭിച്ച ഈ വാഗ്ദത്ത സന്തതിയെ എന്തു ചെയ്യണം? ഞാൻ കാണിക്കുന്ന മലയിൽ നീ കൊണ്ടുപോയി യാഗമർപ്പിക്കണം. എന്തായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസം എന്നറിയണ്ടേ? റോമാലേഖനത്തിൽ വളരെ വ്യക്തമായി പറയാ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിവുള്ളവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ മടക്കി വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവൻ. നോക്കിക്കേ, ഈ രണ്ട് വിശ്വാസത്തെ ദൈവം പരിശോധിച്ചു. ഞാൻ പറഞ്ഞത്, വിശ്വാസം എത്രമാത്രം ആഴമുള്ളതാണോ പ്രിയമുള്ളവരെ, ആ വിശ്വാസത്തെ ദൈവം പരിശോധിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാ. വിശ്വാസം ദൈവത്തിൽ നമുക്ക് എത്രമാത്രം ആഴമുള്ളതാണോ, ആ ആഴമുള്ള വിശ്വാസത്തെ ആഴമേറിയ പരിശോധനയിൽ കൂടെയാണ് ദൈവം ഉറപ്പിക്കുന്നത്. നിസ്സാരകാരിയല്ല ആത്മീയ ജീവിതം. നാം ചിന്തിക്കുന്ന പോലെ നാം ചിന്തിക്കുന്ന ഒരു നിലയിലല്ല. നോക്കിക്കേ, ഒന്ന്, അബ്രഹാമിനെ പരിശോധിച്ചത് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവൻ. നോക്കിക്കേ, ചില ആണ്ടുകൾക്ക് മുൻപേ അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമേ, നിന്റെ പേര് അബ്രാം എന്ന, ഞാനത് അല്പം കൂടെ ഒന്ന് നീട്ടി ബഹുജാതികൾക്ക് പിതാവ് എന്നർത്ഥം വരുന്ന അബ്രഹാം എന്നാക്കുക, അല്ലേ? സാറായിയെ സാറയാക്കി മാറ്റി. ചിലത് കുറച്ചൊരെണ്ണം നീട്ടി അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്നെ ഞാൻ ബഹുജാതികൾക്ക്. ഇത് പറയുന്ന സമയത്ത് അബ്രഹാമിന് ഒരു പുത്രനോ പുത്രിയോ ഇല്ല. ഉണ്ടോ? അബ്രഹാമിനെ ദൈവം വിളിച്ച പേരേതാ? ബഹുജാതികൾക്ക്. എന്തൊരു വിളിയാ ദൈവം വിളിച്ചത്! ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുക. അബ്രഹാമിലേക്ക് ദൈവം നോക്കിയപ്പോൾ ദൈവം കണ്ടത് ബഹുജാതികളുടെ ഒരു പിതാവായിട്ടാണ്. ഉണ്ടോ? ബഹുജാതികളുടെ ഒരു പിതാവായി. ഉണ്ടോ? അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു? ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുക. അതുകൊണ്ട് ചില കാലങ്ങൾ അതൊന്ന് നിവർത്തീകരിക്കാൻ ദൈവം അവസരം അബ്രഹാമിന് കൊടുത്തു. അത് സംഭവിച്ചു. അങ്ങനെ അബ്രഹാമിന് ഒരു മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ അബ്രഹാമേ, നീ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ മകനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്ക. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക. നിന്റെ മകനെ നീ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്ക. നിന്റെ വിശ്വാസം എന്താ? മരിച്ചവരെ തിരിച്ചു വിളിക്കുന്നവനല്ലേ?
മരിച്ചവരെ മടക്കിക്കൊണ്ടുവരുന്നവനല്ലേ. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്കെന്താ ഉറപ്പ്? ഓ, ആ പരിശോധനയ്ക്ക് മുൻപിൽ അബ്രഹാം വല്ലാതെ വീണുപോയി. എന്നാൽ അബ്രഹാം ആരോടും ചോദിക്കാതെ, ഒരു അനുവാദവും ചോദിക്കാതെ ദൈവത്തിന്റെ വാക്കുകൾ നിവർത്തിക്കേണ്ടതിന് അവിടെ ദൈവം പറഞ്ഞ ആ സ്ഥലത്തെത്തിച്ച കാര്യങ്ങൾ വളരെ ഭംഗിയായി താൻ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രത്യക്ഷത അവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തിന് മറുപടി അവിടെ കൊടുത്തു. അബ്രഹാമിന്റെ വിശ്വാസം ആഴമുള്ള വിശ്വാസമായിരുന്നു. ആ വിശ്വാസം എത്രമാത്രം തനിക്ക് ദൈവത്തിനുണ്ടായിരുന്നോ അത്രമാത്രം മഹത്തായ ഒരു പരിശോധനയായിരുന്നു. ഞാൻ പലപ്പോഴും ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുഞ്ഞിന് 1-ാം ക്ലാസ്സുകാരന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുവോ? ചോദ്യ പേപ്പർ കൊടുക്കുവോ? ഇല്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുഞ്ഞിന്, ഒരു വ്യക്തിക്ക് 1-ാം ക്ലാസ്സുകാരന്റെ പരീക്ഷ ചോദ്യ പേപ്പർ കൊടുക്കാറില്ല. നേരെ മറിച്ചും 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് ഡിഗ്രിക്കാരന്റെ ചോദ്യ പേപ്പറും കൊടുക്കാറില്ല. കാരണം അവന്റെ പക്വതയ്ക്കും അവന്റെ പാകതയ്ക്കും അവന്റെ ബുദ്ധിക്കും അവന്റെ അറിവിനും ഒത്തതായിരിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ, നമ്മുടെ ആത്മീയതയുടെ ബാല്യകാലങ്ങളിൽ ദൈവം പലപ്പോഴും നമ്മോട് നന്മയായി ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ കൂടെ നാം മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ ആത്മീയ പക്വത ദൈവത്തിന് മുൻപാകെ വെളിപ്പെടുമ്പോൾ ചിലതൊക്കെ ദൈവം ഇങ്ങനെയും ശോധന ചെയ്യാം. പ്രിയപ്പെട്ടവരെ, വളരെ ദുഃഖത്തോടും നിരാശയോടും വേദനയോടും കൂടി ആയിരിക്കും നാം ഇരിക്കുന്നത്. ചില പരിശോധനകൾ ദൈവം നമുക്ക് അറിഞ്ഞു നൽകുന്നതാകട്ടോ. ഒരിക്കലും മറക്കരുത്. ദൈവം നമുക്ക് അറിഞ്ഞു നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ദൈവം ഒരിക്കലും വേദനിപ്പിക്കാൻ ചെയ്യുന്നതല്ല. നമ്മെ ദൈവം അറിഞ്ഞതുകൊണ്ട്, ദൈവം നമ്മെ മുന്നറിഞ്ഞതുകൊണ്ട്, നമ്മെ അതുപോലെ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാ ദൈവം ചില പ്രയാസങ്ങൾ, ചില ശോധനകൾ നമുക്ക് കഴിക്കുന്നത്. അത് നമ്മെ ആത്മീയതയിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ്. നമുക്കറിയാമല്ലോ, വളരെ വലിയ ശോധനയിൽ കൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് ഇയ്യോബ്. ആ ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ നോക്കിക്കേ, പിശാച് ചോദിച്ചു കാര്യങ്ങൾ. നീ ഊടാടി സഞ്ചരിച്ചോ, അവനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു. ഞാൻ അതിലെ പോയേച്ചു വരിക, ഞാൻ ഇയ്യോബിന്റെ മേൽ ഒന്നൊക്കെ നോക്കിയേച്ചു വരിക എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ടല്ലേ അദ്ദേഹം വിശ്വാസം വിട്ടൊഴിയാതെ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ നീ ആ വേലി ഒന്ന് പൊളിച്ച് ഞാൻ അകത്ത് കടക്കാം. ദൈവത്തിന് ഉത്തമ ബോധ്യം ഇയ്യോബിനെ കുറിച്ചുണ്ടായിരുന്നു. ഉത്തമ ബോധ്യമുണ്ടായിരുന്നു ഇയ്യോബിനെ കുറിച്ച്. ആ ബോധ്യമാണ് ദൈവം ഈ പിശാചിനെ ഇയ്യോബിന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടാൻ വഴി തെളിച്ചത്. ദൈവത്തിന് അറിയാമായിരുന്നു എത്രമാത്രം പരിശോധനയിൽ കൂടെ കടന്നുപോയാലും, എത്രമാത്രം മാനസിക വ്യഥയിൽ കൂടെ കടന്നുപോയാലും, എത്രമാത്രം നിരാശാജനകമായിരിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയാലും, എത്രമാത്രം ദുഃഖത്തിൽ കൂടെ കടന്നുപോയാലും എൻ്റെ ദാസനായിരിക്കുന്ന ഇയ്യോബ് അവന്റെ ഭക്തി വിട്ടൊരിക്കലും മാറില്ലെന്ന് ഉത്തമ ബോധ്യം ദൈവത്തിനുണ്ടായിരുന്നത് കൊണ്ട് പരിശോധനയ്ക്ക് വേണ്ടി ഒന്നേൽപ്പിച്ചു കൊടുത്തു. പരിശോധിച്ചു. നോക്കിക്ക്, 1 അല്ല 2 അല്ല 3 അല്ല, മക്കളുടെ ജീവനറ്റ ശരീരങ്ങൾ തൻ്റെ കൂടാരത്തിന്റെ മുറ്റത്ത്, അല്ലെങ്കിൽ തന്റെ ഭവനത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ നിരന്നു കിടക്കുമ്പോൾ താൻ പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് പറയാൻ പറ്റുമോ? നമുക്കത് പറയാൻ പറ്റുമോ? അല്ലേ? നാം നമ്മിലേക്ക് നോക്കുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ, വേദനാജനകമായിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ഇയ്യോബിന്റെ വാക്കുകൾ നമുക്ക് കടമെന്നെടുത്തെങ്കിലും പറയാൻ കഴിയുമോ? ഇയ്യോബ് താൻ ഒരു വാക്കുകൊണ്ട് പോലും, ഒരു ചിന്തകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നും ഈ പരിശോധനയ്ക്ക് അനുവദിച്ച ദൈവത്തോട് ഒരു വാക്കുകൊണ്ട് പോലും മറുത്തു പറഞ്ഞില്ല. സ്തോത്രം. തന്റെ വിശ്വാസത്തിന്റെ ആഴത്തെ ദൈവം പരിശോധിച്ചതാ. തന്റെ ഭക്തിയുടെ ആഴത്തെ ദൈവം പരിശോധിച്ചതാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം കടന്നു പോകുന്ന പാതകൾ, നാം കടന്നു പോകുന്ന പാന്താവുകൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ ആഴത്തെ ദൈവം പരിശോധിച്ചതാണോ എന്നൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ പ്രത്യാശ വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ സ്തുതികളും സ്തോത്രങ്ങളും ദൈവത്തിൽ വീഴും. കാരണം ദൈവം നമ്മെ പരിശോധിച്ചതാണെങ്കിൽ അതിനപ്പുറത്ത് ശ്രേഷ്ഠമായിരിക്കുന്ന ചില കരുതലുകൾ കൊണ്ട് ദൈവം വെച്ചിട്ടുണ്ട്.
ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുക. യോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ, താൻ കണ്ട ദർശനങ്ങൾ നമുക്കറിയാം. ഒന്ന്, കൊയ്ത്ത് നടക്കുന്നിടത്ത് തന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നതും ബാക്കിയുള്ള സഹോദരങ്ങളുടെ ഒക്കെ കറ്റകൾ തന്റെ കറ്റയെ നമസ്കരിക്കുന്നതും സ്വപ്നത്തിൽ ദർശിച്ച ആ യോസഫ്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്ന ആ ഒരു കാഴ്ച കണ്ട യോസഫ് ഈ ദർശനത്തിന്റെ പൂർത്തീകരണത്തിനായി ആദ്യത്തെ ചുവടുവെപ്പ് നടത്തിയപ്പോൾ ദൈവം തനിക്ക് വേണ്ടി സമ്മാനിച്ചത്, സത്യത്തിൽ തന്റെ സഹോദരങ്ങൾ മുഖാന്തരം സമ്മാനിച്ചത് ഒരു പൊട്ടക്കുഴിയായിരുന്നു. ഈ പൊട്ടക്കുഴിയുടെ അനുഭവം ഒരിക്കലും ആ ദർശനത്തിൽ താൻ കണ്ടില്ല. കണ്ടോ? ഇല്ല. ഒരിക്കലും ആ നന്മയുടെ വഴിയിലേക്ക് എത്തുമ്പോൾ തനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ആ കരുതലിലേക്ക് ദൈവം തന്നെ നയിക്കുന്ന വഴികൾ ഒരിക്കലും ദൈവം പറഞ്ഞില്ല. ഒരിക്കലും പറഞ്ഞില്ല. അവിടുന്ന് നോക്കിക്കേ, മിസ്രൈമിലേക്ക് ഇസ്മായേലിയ കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുകയാണ്. ആ ഇസ്മായേലിയ കച്ചവടക്കാർ ആ പൊത്തിഫേറിന്റെ ഭവനത്തിലേക്ക് അവനെ വിൽക്കുകയാണ്. ഇങ്ങനെ ഈ മാറി മാറിയുള്ള വിൽപ്പനയൊന്നും യോസഫിന്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു രാജകീയ പദവിയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നിയോഗിക്കപ്പെട്ട പാന്താവുകൾ യോസഫിന്റെ കണ്ണിന് മുൻപിൽ മറവായിരുന്നു. നമ്മെക്കുറിച്ചും ദൈവം ഇങ്ങനെ കടത്തിവിടുന്ന ചില പാതകൾ മറവായിരിക്കുമ്പോൾ തന്നെ നാം കടന്നു പോകുന്ന പാന്താവുകൾ നാം ഇന്ന് തിരിച്ചറിയേണ്ടത് അത് ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന, ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ചില നമുക്ക് നൽകപ്പെട്ട ചില ദർശനങ്ങളിലേക്കുള്ള വഴിയാണെന്നുള്ളത് ഒരിക്കലും നാം മറക്കരുത്. ഹല്ലേലൂയ. വിവിധ രാജ്യങ്ങളിലും വിവിധ സ്ഥാനങ്ങളിലും ഒക്കെയാണ് നാം ആയിരിക്കുന്നതെങ്കിലും, വിവിധ സാഹചര്യങ്ങൾ കൊണ്ട് നാം കടന്നു പോയിട്ടുണ്ടെങ്കിലും, പലരുടെയും അനുഭവങ്ങൾ വിവിധമാണെങ്കിലും, ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, പലതിനെ കുറിച്ച് ഓർത്ത് വിചാരപ്പെട്ട് വ്യാകുലപ്പെട്ട് മനസ്സ് വേദനിച്ച് പലപ്പോഴും ദൈവത്തോട് നിലവിളിച്ച അനുഭവങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി കാണുകയാണ്. പലപ്പോഴും ചങ്ക് തകർന്ന് ഹൃദയം തകർന്ന് നാം നിലവിളിച്ച അനുഭവങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി കാണുന്നു. ദൈവം ഒരിക്കലും അതൊന്നും തിന്മയ്ക്കായിട്ട് ചെയ്തതല്ല. പ്രിയമുള്ളവരെ, നാം വായിച്ച വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. യോസഫ് ചെന്നെത്തപ്പെട്ടത് പൊത്തിഫേറിന്റെ ഭവനത്തിൽ. പൊത്തിഫേറിന്റെ ഭവനത്തിൽ നിന്ന് വീണ്ടും മാറ്റപ്പെട്ടത് ഒരു കാരാഗ്രഹത്തിന്റെ ഉള്ളിലേക്ക്. ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ആവർത്തിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യം, ഇങ്ങനെയൊക്കെ യോസഫ് കടന്നുപോയെങ്കിലും വിട്ടുമാറാത്തൊരു ദൈവ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നു. നാം കടന്നുപോയ പാന്താവുകളിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്നലകളിൽ നാം അനുഭവിച്ച ദുഃഖങ്ങളിൽ, ഇന്നലകളിൽ നാം അനുഭവിച്ച വേദനകളിൽ, ഇന്നലകളിൽ നാം അനുഭവിച്ച കഷ്ടതകളിൽ, ഇന്നലകളിൽ നാം അനുഭവിച്ച ദുരിതങ്ങളിൽ ദൈവ സാന്നിധ്യം നമ്മോട് ഇല്ലായിരുന്നുവെങ്കിൽ, നമ്മോട് കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഒപ്പമില്ലായിരുന്നുവെങ്കിൽ പണ്ടേ നമ്മൾ നഷ്ടപ്പെട്ടു പോയേനെ. നിർത്തിയത് ദൈവമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ വേദനകളെക്കാൾ അപ്പുറമായി ദൈവം നമുക്ക് വേണ്ടി ഇതിൽ കൂടി ഒരുക്കി വെക്കുന്ന ചില ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവങ്ങളെ കണ്ണു തുറന്നൊന്ന് കാണുവാൻ, നമ്മുടെ ഹൃദയം തുറന്നൊന്ന് കാണുവാൻ, അകത്തെ കണ്ണുകളൊന്ന് തുറന്ന് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന പദവികളെ ഒന്ന് കാണുവാൻ ദൈവം കൃപ നൽകേണ്ടതിന് ആത്മാർത്ഥമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരട്ടെ. യാക്കോബ് പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. പരീക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ചില അനുഭവങ്ങൾ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമ്പോൾ തന്നെ ഈ പരിശോധനയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അനുഭവം, ഒരു പ്രതിഫലം നമുക്ക് വേണ്ടിയുണ്ട്. അവിടെ വായിച്ചത് എന്താണെന്നറിയാമോ? അങ്ങനെ നമ്മെ കടത്തി വിടുന്നതോടൊപ്പം ദൈവം ആ പരിശോധനയിൽ നിന്ന് നാം പുറത്തു വരുമ്പോൾ തേജസ്സിന്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അനുഭവം കൂടെ നമുക്ക് മുൻപാകെ വെച്ചിരിക്കുക. അതുകൊണ്ടല്ലേ പത്രോസിന്റെ ലേഖനത്തിൽ, 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം, ആ വാക്യം കൊടുത്ത് വായിക്കാം. പത്രോസിന്റെ 1-ാം അധ്യായം അതിന്റെ 1-ാം ലേഖനം 7-ാമത്തെ വാക്യം വായിച്ചാണ്. 1-ന്റെ 7. അഴിഞ്ഞു പോകുന്നതും അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ
പരിശോധന വിലയേറിയത്. ഞാൻ ചോദിക്കട്ടെ, വിശ്വാസത്തിന് പരിശോധന ഉണ്ടോ? വിശ്വാസം പരിശോധിക്കപ്പെടുവോ? നമ്മുടെ ആഴത്തിലുള്ള ദൈവത്തെക്കുറിച്ച് നാം എന്താണ് വിശ്വസിക്കുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനനുസരിച്ച് നമ്മുടെ ഹൃദയം എന്താണോ ദൈവത്തെ വിശ്വസിക്കുന്നത് അതിനനുസൃതമായ പരിശോധനയാണ്. ഇവിടെ പറയാ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന അഴിഞ്ഞു പോകുന്നതും തീയിൽ ഇങ്ങനെ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വായിച്ചോ, പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ. എന്നാണ് ഇതിന് ശ്രേഷ്ഠമായിരിക്കുന്നതിന് മറുപടി ലഭിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ. ഹല്ലേലൂയ. അതല്ലേ നമ്മുടെ പ്രത്യാശ, അതല്ലേ പ്രത്യാശ. ഏതാ? കർത്താവ് വരും, കർത്താവ് വേഗത്തിൽ വരും. അതല്ലേ പൗലോസും പറയുന്നത്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഉണ്ടോ. അതാണ് ഒരു ഭക്തന്റെ പ്രത്യാശ. നമുക്ക് ഇന്ന് അനുഭവിച്ച ത്യാഗങ്ങൾക്കും ഇന്ന് അനുഭവിച്ച കഷ്ടതകളുടെയും മൂല്യം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആ പ്രത്യക്ഷത, കർത്താവിന്റെ പ്രത്യക്ഷത അത് സംഭവിക്കുമ്പോൾ നാം അറിയും. അന്ന് വാടാത്ത കിരീടം ദൈവം നമുക്ക് നൽകുമ്പോൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ശോധനകളും ഇന്ന് അനുഭവിക്കുന്ന ഈ വിഷമസന്ധികളും ഒക്കെ ഒരിക്കലും അതൊന്നും നമ്മുടെ ചിന്തയിൽ അത് ദൈവത്തിന്റെ മോശമായിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടല്ല. അതെല്ലാം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയത് എന്നെ വിലയുള്ളതാക്കി തീർക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ഒരു പൊന്ന് തീയിൽ ഉരുക്കി അതിന്റെ മാലിന്യം നീക്കി അതിനെ ഉരുക്കി അത് പണി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ അവരുടെ ഹൃദയത്തിൽ തോന്നുന്ന വിധത്തിൽ നല്ല ഡിസൈനുകൾ അതിന് കൊടുത്ത് അത് രൂപഭംഗി വരുത്തി മൂല്യമുള്ളതാക്കി മാറ്റി ഏതെങ്കിലും ഒരു ജ്വല്ലറിയുടെ ഷോക്കേസിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പ്രദർശനശാലയിൽ ഇരിക്കുന്ന സമയത്ത് ചെന്ന് അത് ഇഷ്ടപ്പെടുന്നതിന് പിന്നിലെ കാര്യം അതൊന്ന് തീച്ചൂളയിൽ കൂടെ കടന്നുപോയി. രണ്ട്, ആ പണിക്കാരൻ അതിനെ അടിച്ചു, വേദനിപ്പിച്ചു, എല്ലാം ചെയ്തു. അത് ചിലതൊക്കെ വെട്ടിമാറ്റേണ്ടത് വെട്ടിമാറ്റി, ചിലതിനെ വീണ്ടും പഴിപ്പിച്ച് ഉരുക്കി ഡിസൈൻ വരുത്തിയത് കൊണ്ടാണ് ഇത് ഇത്ര മൂല്യമുള്ളതായി മാറിയത്. നോക്കുക, നമ്മുടെയൊക്കെ ഭവനത്തിൽ, നമ്മുടെയൊക്കെ വീട്ടിൽ അന്നും ഇന്നും ഒക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് മൺചട്ടിയും മൺകലങ്ങളും, അല്ലെ? പണ്ടൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ അതുണ്ടായിരുന്നു, മൺചട്ടിയും മൺകലങ്ങളും. നമ്മുടെ അമ്മച്ചിമാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നവരൊക്കെ അത് കയ്യിലെടുത്തിട്ടൊന്ന് തട്ടി നോക്കും. അത് തട്ടി നോക്കുമ്പോൾ അത് നല്ല മണി പോലെ ശബ്ദം കേൾക്കുന്നതാണെങ്കിൽ അവർ പറയും ഇത് നല്ലതാണ്, ഇത് കൊള്ളാം. എന്താണ് അതിന്റെ കാര്യം? ഒരു കുശവൻ അതിനെ ഉണ്ടാക്കി അതിനെ നിർമ്മിച്ചതിന് ശേഷം അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ മണിനാഥം പോലുള്ള ശബ്ദമൊന്നും കേൾക്കില്ല. പക്ഷെ അതിനുശേഷം നേരെ ഒന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷം തീച്ചൂളയിലേക്ക് അതെടുത്ത് അവിടെ വെക്കുമ്പോൾ അതിന്റെ നിറം മാറും, അതിന്റെ ഗുണം മാറും. ഹല്ലേലൂയ. അതിന്റെ നിറവും ഗുണവും ഒക്കെ മാറി അത് മൂല്യമുള്ളതായി മാറുകയാ. അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കത്തക്ക നിലയിൽ പൊട്ടാതെ തട്ടാതെ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതിന് അതിനെ മാറ്റിവെക്കുകയാ. എന്താണ് അതിന്റെ കാര്യം? അത് അഗ്നിശോധനയിൽ കൂടെ കടന്നുപോയത് കൊണ്ടാണ് അത് ദൃഢമുള്ള ഒന്നായി മാറിയത്. അഗ്നിശോധനയിൽ കൂടെ കടന്നുപോയത് കൊണ്ടാണ് അത് മൂല്യമുള്ളതൊന്നായി മാറിയത്. അഗ്നിശോധനയിൽ കൂടെ പുറത്തു വന്നത് കൊണ്ടാണ് അത് നിറമുള്ളതായി മാറിയത്. ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന ഒരു കാര്യം, അതുകൊണ്ട് ഇന്നലകളിൽ സംഭവിച്ചതൊന്നും ഒരിക്കലും തിന്മയ്ക്കായിട്ടല്ല. ഇന്നലകളിൽ സംഭവിച്ചതും നിരാശപ്പെട്ടതും വേദനപ്പെട്ടതും ഒരിക്കലും നമ്മുടെ ദൈവം ഒരിക്കലും നമ്മെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ചെയ്തതല്ല. പക്ഷെ നമ്മെ കടത്തി വിടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ആ പാന്താവുകളൊക്കെ ഉണ്ടല്ലോ, നമ്മെ മൂല്യമുള്ളതാക്കി തീർക്കുവാൻ, നിങ്ങളെ ശ്രേഷ്ഠതയുള്ളതാക്കി തീർക്കുവാൻ, ഏറ്റവും മാന്യമായിരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിക്കുവാൻ, ഒരു ജീവകിരീടത്തിന് അവകാശിയായി തീരുവാൻ, ശ്രേഷ്ഠമായിരിക്കുന്ന നന്മയിലേക്ക് നമ്മെ നയിക്കുവാൻ, നമ്മെ മൂല്യമുള്ളതാക്കി തീർക്കുവാൻ നമ്മെ പരിശോധിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് സന്ധ്യയെങ്കിൽ ഓർക്കേണ്ടത്, ഈ പരിശോധനയിൽ കൂടെ കടന്നുപോയത് കൊണ്ട് വേദനിക്കണ്ട. ഈ പരിശോധനയിൽ കൂടെ നാം കടന്നുപോയെന്ന് ഓർത്തൊരിക്കലും നിരാശപ്പെടണ്ട. എൻ്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്. എനിക്ക് തന്നിരുന്ന സമയം ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അബ്രഹാമിനെ പോലെ, യോസഫിനെ പോലെ, ഇയ്യോബിനെ പോലെ നമ്മുടെ കർത്താവ് അനുഭവിച്ച ശോധനകൾ എത്ര
വലുതാണ്. അതുപോലെ പുതിയ നിയമത്തിന്റെ വാക്താവായി തീർന്നിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടതകളും എത്ര വലുതാണ്. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. അവരനുഭവിച്ച ത്യാഗത്തിന്റെ ഒപ്പം വെക്കുവാൻ നമ്മുടെ പ്രയാസങ്ങൾ, നാം അനുഭവിച്ച വേദനകൾക്കൊന്നും കഴിയില്ലെങ്കിലും അതിനപ്പുറമായി നമ്മുടെ ഹൃദയത്തെ വ്യക്തിപരമായി വേദനിപ്പിച്ച പല കാര്യങ്ങളും ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പരിശോധനയായിരുന്നു എന്ന് ഒന്ന് ചിന്തിക്കാൻ കഴിയുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, അത് എന്നെയും നിങ്ങളെയും ഈ പരിശോധനയിൽ കൂടെ കടന്നുപോയ പ്രിയപ്പെട്ടവരെ നിങ്ങളെ മൂല്യമുള്ളവരാക്കി തീർക്കുവാൻ, ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ, തേജസ്സുള്ളതാക്കി തീർക്കുവാൻ, ഒരു പ്രതിഫലത്തിന് യോഗ്യരാക്കി തീർക്കുവാൻ കർത്താവ് നമ്മെ ഇങ്ങനെ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് ഒരു പരിശോധന മാത്രമല്ല, ആ പരിശോധനയിൽ നിന്ന് ഉളവാകുന്ന ഒരു പ്രതിഫലം കൂടി ഉണ്ട്. തന്നെയല്ല, ഈ പരിശോധനയിൽ പരിശോധകൻ നമ്മെ വിട്ടുപോകുന്നില്ല. അവൻ നമ്മോട് കൂടെ നിൽക്കുകയാണ്. അവൻ നമ്മെ കരുതുന്നുണ്ട്, അവൻ നമ്മെ തഴുകുന്നുണ്ട്, അവൻ നമ്മെ മാറോട് ചേർത്ത് ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത്തരം അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം തകർന്നു പോയേനെ. ഇന്ന് ഈ വചനങ്ങളെ കേട്ട പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഈ വചനത്തിന്റെ ആശ്വാസം നമ്മുടെ ഹൃദയങ്ങൾക്ക് ബലം നൽകിയത് കൊണ്ട് ഇവിടെ വരെയും നാം എത്തി. ഇത്രമാത്രം ക്ലേശങ്ങളില്ലാതെ, ഇത്രമാത്രം പ്രതികൂലങ്ങളില്ലാത്ത പല പ്രിയപ്പെട്ടവരും അവർ മനഃപൂർവ്വം ലോകത്തിൽ നിന്ന് അവർ മാറ്റപ്പെടേണ്ടതിന് ജീവനെ ഹനിച്ചുവെങ്കിൽ, ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവങ്ങൾ, ദൈവം ആശ്വസിപ്പിക്കുന്ന സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളെ ധൈര്യപ്പെടുത്തുകയല്ലേ, പ്രത്യാശിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം തലകളെ വണക്കി ദൈവത്തോട് പറയാം, കർത്താവേ, ഒരിക്കലും അങ്ങ് ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും, അതിനകത്ത് വേർതിരിവില്ല. കഷ്ടതയെന്നോ ദുഃഖമെന്നോ സന്തോഷമെന്നോ ഒന്നുമില്ല. എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവത്തോട് പറയാം, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ഞാൻ കടന്നുപോയ വഴികൾ അങ്ങയുടെ ഹിതപ്രകാരമുള്ളതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്ന് നൽകിയ ആശ്വാസത്തിനായി സ്തോത്രം എന്ന് പറഞ്ഞ് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണമായി ഒന്ന് സമർപ്പിച്ച് ദൈവിക ആശ്വാസത്തിനായി നമുക്കൊന്ന് കാതോർക്കാം. മുൻപേ നമ്മൾ പാടിയതുപോലെ കണ്ണുനീർ പൂർണ്ണമായി തോരുന്ന ഒരനുഭവം നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ കർത്താവ് വരും. ഇന്ന് നാം വേർപെടാതെ വണ്ണം ഒരുമിച്ച് സന്തോഷത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സുദിനം ഇതാ ആഗതമാകുന്നു. ആ പ്രത്യാശയാൽ, ആ വരവിന്റെ പ്രത്യാശയാൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് നിറയ്ക്കാം. നമുക്ക് കർത്താവിനായി കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് വേഗത്തിൽ വരും. പ്രത്യാശയോടുകൂടെ ആയിരിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന വാക്കോടുകൂടെ എന്റെ വാക്കുകൾക്ക്, എന്റെ ഈ സന്ദേശത്തിന് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഇതിന്റെ എല്ലാ ഭാരവാഹികളോടും, പ്രത്യേകിച്ച് സോഫി ആന്റി, ഷേർലി ആന്റി, എന്നെ പരിചയപ്പെടുത്തിയ പ്രിയ ബിഷാൻ, അതുപോലെ ഇന്ന് മീറ്റിംഗ് ലീഡ് ചെയ്ത പ്രിയ വാത്സല്യ മാതാവ്, ആരാധനയിൽ നമ്മെ സപ്പോർട്ട് ചെയ്ത പ്രിയ ദൈവദാസി, എന്നെ ശ്രദ്ധിച്ച എല്ലാ സഹോദരങ്ങൾക്കും, എല്ലാ മാതാപിതാക്കൾക്കും കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ എന്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരിക്കലും നാം ചിന്തിക്കരുത്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവമായിരിക്കുന്ന കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകുന്നു.